അങ്ങനെ തകൃതിയായിട്ടുണ്ടാക്കിയാണ് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്. ഈ അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്നത് രാവിലെയോടുകൂടി ഒരു അല്പം മഴയൊക്കെ പെയ്തു, അതുകൊണ്ട് അല്പം അത്തം ഒന്ന് കറുക്കുകയും ചെയ്തു. ഇനി എന്തായാലും ഓണം വെളുക്കും, പഴമക്കാർ പറയുന്നതനുസരിച്ച് ഓണം വെളുക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയുള്ള നല്ല ഒരു 10 നാളുകൾ ഇനി ഉണ്ടാകട്ടെ. മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് ഉത്സവ അന്തരീക്ഷമാണ്. കാരണം ഈ ഓണത്തിൻ്റെ ഒരുപാട് ഗൃഹാതുരമായ ഓർമ്മകളൊക്കെ പണ്ട് നമുക്കുണ്ടായിരുന്നു. കാരണം പണ്ടത്തെ പോലെ തൊടികളും മറ്റുമൊന്നും ഇന്നില്ല. ഇന്ന് പൂക്കൾ പറിക്കാനും മറ്റുമൊക്കെ പോകാൻ കുട്ടികളും അങ്ങനെ മുതിരുന്നില്ല. എല്ലാവരും തിരക്കിലാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇവിടെ ഒരു പടയണിക്കോലമാണ്. അതായത് പ്രാചീന കാലത്ത് പുരാതന കാലത്ത് നിലനിന്നിരുന്ന ഒരു പടയണിക്കോലമാണ്. ആ പടയണിക്കോലത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞു പോകാം. ചേട്ടാ, ഈ ഒരു പടയണിക്കോലത്തിൻ്റെ വിശേഷങ്ങൾ? ഇത് ഭൈരവിക്കോലമാണ്. പടയണിയിലെ ഭദ്രകാളി സങ്കല്പമായിട്ട് ചെയ്യുന്നതാണ്. ഒരു ദാരികവധമായിട്ട് ബന്ധപ്പെട്ട പല മേഖലകളിൽ പല അനുഷ്ഠാന കലകളുണ്ട്. അതിൽ മധ്യ തിരുവിതാംകൂറിലെ ഭഗവതി കാവുകളോടനുബന്ധിച്ച് വർഷം തോറും നടത്തി വരുന്ന ഒരു അനുഷ്ഠാന കലയാണ്. എനിക്ക് ഈ പടയണിക്കോലം കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് തട്ടിയൊരു കാര്യം എന്ന് പറയുന്നത് ഇത് മൊത്തം പാളയും കുരുത്തോലയുമാണ്. എല്ലാം പ്രകൃതിദത്തമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത്. പ്രകൃതിയിൽ തന്നെ നശിച്ചു പോകുന്നതായ അല്ലെ പ്രകൃതിക്ക് യാതൊരു ദോഷം ഉണ്ടാകുന്ന ഒരു വസ്തുക്കളും ഇതിനകത്തില്ല. കമുകിൻ്റെ വാരിയാണ് നമ്മൾ ഫ്രെയിമായിട്ട് ഉപയോഗിക്കുന്നത്. പച്ചപ്പാള ചെത്തിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എല്ലാം പ്രകൃതിദത്തമായ ചായക്കൂട്ടുകൾ കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. കറുപ്പ് മാവില കരിച്ച് അരച്ചാണ് ഉപയോഗിക്കുന്നത്. ചെങ്കല്ലാണ് ചുവപ്പ്, മഞ്ഞൾപ്പൊടിയും വെള്ളയും പച്ചയും മാത്രം പാള ചെത്തുമ്പോൾ കിട്ടുന്ന വെള്ള. ശരിക്കും ഇത് ചൂട്ടിൻ്റെ വെട്ടത്തിൽ രാത്രിയിൽ കാണുമ്പോഴാണ് ഭംഗിയായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ അനുഷ്ഠാനപരമായിട്ട് നടന്നു വരുന്ന ഒരു ആചാരമാണ് ഈ പടയണി എന്ന് പറയുന്നത്. ആ പടയണിയുടെ വ്യത്യസ്തമായ രൂപമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ പടയണി പോലെ തന്നെ വ്യത്യസ്തമായ ഒരുപാട് മറ്റ് നാടൻ കലകളുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ കണ്ടില്ലേ, കുരുത്തോല കൊണ്ട് അദ്ദേഹം വിവിധങ്ങളായ ഓരോ കോപ്പുകൾ ഉണ്ടാക്കുകയാണ്. അതായത് ഈ കുരുത്തോല ഒക്കെ ഇതിൽ തൂക്കി വരുമ്പോഴാണ് ഇതിൻ്റെ മിഴിവേകുന്നതും അഴക് കൂടുന്നതും. അങ്ങനെ വ്യത്യസ്തതകളാണ് ഓരോ ഓണക്കാലത്തും ഓരോ സമയത്തും ഉണ്ടാകുന്നത്. ഇക്കുറി നമുക്കറിയാം വയനാടിൻ്റെ ഒരു നോവുണ്ട്. ആ ഒരു നോവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ കാര്യമായ രീതിയിലുള്ള ഒരു വിപുലമായ ഒരു ആഘോഷമില്ല എങ്കിൽ പോലും മലയാളികളെ സംബന്ധിച്ച് അത്തം തുടങ്ങുന്നത്, അത്തത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറയിലെ ഈ രാജവീതിയിലൂടെ അത്തച്ചമയ ഘോഷയാത്ര, ഓണം വരുന്നു, ഇനിയുള്ള 10 നാളുകൾ നമുക്ക് ആഘോഷത്തിൻ്റെതാണ് എന്ന ഒരു ഓർമ്മ തരുന്നത് ഇവിടുത്തെ നല്ല കാഴ്ചകളാണ്. അത്തം മുതൽ പിന്നീട് അങ്ങോട്ട് തിരുവോണം വരെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് ഇവിടെ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. ഇക്കുറിയും അങ്ങനെ തന്നെയാണ്. ആഘോഷങ്ങൾക്കൊന്നും കുറവൊന്നുമില്ല. വൈകിട്ടോടുകൂടി തന്നെ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികളെല്ലാം തന്നെ അരങ്ങേറുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നമുക്ക് പുലികൾ കാണാം. വിവിധങ്ങളായിട്ടുള്ള പുലിക്കുട്ടന്മാർ അവിടെ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്.